നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലൂടെ വരുന്ന സുപ്രധാനമായിട്ടുള്ള ചില പഠനങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വഴി തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയുന്നുവെന്നാണ് ഇപ്പോഴത്തെ പഠനം തെളിയിച്ചിരിക്കുന്നത്. കാരണം തലച്ചോറുകൾ കുറേ സമയം ഒരേ പ്രവൃത്തി തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ള ഓർമ്മിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് കാണുന്നു, മൊബൈൽ ഫോണിലുള്ള കാര്യങ്ങൾ കാണുന്നു, കുറച്ച് അടുത്തത് കാണുന്നു, ഒരു സ്പീഡിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തലച്ചോർ ഒരേ നിലയിൽ തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് ഓർമ്മിച്ചെടുക്കാനുള്ള ഒന്നും തന്നെ ഇല്ലാതെ വരുന്നത് കൊണ്ട് നമ്മുടെ ഓർമ്മശക്തി കുറയുന്നതിനും ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കാരണമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് പല കുട്ടികൾക്കും പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ്. തന്നെയുമല്ല, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിയത് മുതലാണ് ഒരു കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നത്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ഏത് സമയവും അലസമായിട്ടുള്ള ഒരു ജീവിത രീതി, അലസരായിട്ട് ഇരിക്കാൻ ഇഷ്ടം, അലസരായിട്ട് കിടക്കാൻ ഇഷ്ടം, എവിടെയെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് തോണ്ടിക്കൊണ്ട് കുറേ സമയങ്ങൾ ഇങ്ങനെ ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാനായിട്ട് ആരും താല്പര്യപ്പെടുന്നതായി കാണുന്നില്ല. ഓരോ പഠനങ്ങളും ചെന്നെത്തുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക, ഓരോ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുക, നമ്മുടെ അലസത മാറിക്കിട്ടും, ഓർമ്മശക്തി കൂടാൻ അത് കാരണമായി തീരും. തന്നെയുമല്ല, തലച്ചോറിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുന്നതിനും സഹായിക്കുന്നതാണ്. ഓരോ ദിവസം കഴിയുന്തോറും കുട്ടികളും മുതിർന്നവരുമൊക്കെ ഫോണിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറിയേ മതിയാവുകയുള്ളൂ. ഇത് മാറിയില്ല എങ്കിൽ നമ്മുടെയൊക്കെ തലച്ചോറ് പ്രവർത്തനമൊക്കെ നിലച്ച് അൾഷിമേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഓർമ്മയൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വാർദ്ധക്യത്തിൽ കഴിയേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ ഉളവാക്കുന്ന തരത്തിലാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ. ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് മറന്നു പോകുന്നു. അടുത്തൊരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുന്ന കാര്യം പോലും അടുത്ത നിമിഷത്തിൽ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ചില അവസ്ഥകളൊക്കെയുമുണ്ട്. ചിലരൊക്കെയും അത് പങ്കുവെക്കാറുണ്ട്. ഒരു കാര്യം ഓർത്ത് വെക്കും, പക്ഷെ പെട്ടെന്ന് അത് മറന്നു പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല, ഏത് സമയമാണെന്നറിയില്ല, ഏത് ദിവസമാണെന്നറിയില്ല. ഇങ്ങനെ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാതെയും ഒരു തലച്ചോറിന് പ്രവർത്തിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ പോലെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കണം. പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് മൊബൈലിൽ കാണുന്നതെങ്കിൽ പോലും തലച്ചോറ് പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യുന്നില്ല. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് ചെയ്യാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ പരമാവധി കുറച്ച് അതിൻ്റെ ഉപയോഗം കുറച്ചാൽ നമ്മുടെ ഓർമ്മശക്തി കൂട്ടുന്നതിനും ബുദ്ധിക്കത് പ്രയോജനകരമായി തീരുകയും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു പാഠമാകണം. ഇന്നത്തെ തലമുറ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തൻ്റെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോകാൻ കാരണക്കാരാകണം. ഇല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം പോകാനും മറ്റ് ജീവിത നിലവാരം ഉയർന്നു വരാതിരിക്കാനുമൊക്കെ ഇത് കാരണമായി തീരും.